ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെറുകുന്നത്തുകാവ് കാളവേലയാണ്. അതിൻ്റെ കൊട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? നല്ല തമ്പോലത്തിൻ്റെ കൊട്ടൊക്കെ ഉണ്ട്. കാളകൾ ഒരു 10-12 ജോഡി ഇണക്കാളകളും തമ്പോലം, ശിങ്കാരിമേളം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആലങ്ങാട് ചെറുകുന്നത്തുകാവ് കാളവേല. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാടത്താണ്. ഇവിടെ നല്ല വെയിലാണ്. സമയം ഏകദേശം 4 മണി വരെ ഉണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്. ഈ പാമ്പിൻ്റെ പുറ്റ് എന്നൊക്കെ വന്നിട്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളിത് വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയാണ്ട് നമ്മുടെ കാല് തട്ടിയിട്ടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ മേത്തുള്ള മറ്റേ ഒരു സംഭവമില്ലേ, അതുപോലുള്ള ഒരു സംഗതി വരും ശരീരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പേടിപ്പിച്ചിട്ടുണ്ട്. എനിക്കെന്തായാലും ഈ പാമ്പുകൾ ഇതൊക്കെ ചെറുപ്പം മുതൽ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. പാമ്പന്മാർ, സർപ്പങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ മറ്റേ തുള്ളലൊക്കെ നടത്തൂലേ, സംഗതിയൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇത് പാമ്പിൻ്റെ തന്നെ ആവണമെന്നില്ല ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ്. ഇത് ഉറുമ്പിൻ്റെ ഇതും ആയിരിക്കാം, പക്ഷെ പറയാൻ പറ്റില്ല. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള പേടികളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ്, അഹങ്കാരം കാണിച്ച് ഇതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ പണി കിട്ടിയാലോ വിചാരിച്ചിട്ട് അതവിടെ ഇരുന്നോട്ടെ, നശിപ്പിക്കാണ്ട് ഇങ്ങനെ പോവാം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തറവാടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊന്നുമില്ല. ചെറുപ്പത്തിലൊക്കെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഈ റോഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊക്കെ വാഴയുടെ കണ്ടം താഴത്ത് നെല്ല്, ഇടയ്ക്ക് വാഴയൊക്കെ കൃഷി ചെയ്യണ കണ്ടങ്ങളൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്. എൻ്റെ അവിടെ മല ഉണ്ട് അവിടെയൊക്കെ. അതുപോലെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ നമ്മൾ ഈ പട്ടം പറത്തിയിട്ടൊക്കെ കളിച്ചിരുന്നു. അവിടെ തോട്ടശ്ശേരി കണ്ടൊക്കെ അവിടെ നമ്മൾ ഫുട്ബോൾ കളിച്ചിരുന്നു, ക്രിക്കറ്റ് കളിച്ചിരുന്നു. അങ്ങനെ കുറേ കളികളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ക്രിക്കറ്റ് ഫുട്ബോളൊന്നും അവിടെ ഇല്ല. ഗ്രൗണ്ടിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കും. ക്രിക്കറ്റ് കളിയൊന്നും ഇപ്പോൾ അവിടെ ഇല്ല ഇവിടെ. പിന്നെ വൈകുന്നേരം വടംവലി പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ശരിക്കും പൂപ്പലൊക്കെ വന്നിട്ട് ഇങ്ങനെ മഴക്കാലത്തൊക്കെ നല്ല പച്ച നിറമായിരിക്കും. സ്റ്റെപ്പിൻ്റെ അതിനൊക്കെ ഉണ്ട്, പച്ച കളറായിരിക്കും. കാണാനൊക്കെ നല്ല രസമാണ്. ഈ വീടിൻ്റെ കിണർ, ആ ഭാഗത്തായിട്ട് കിണറുണ്ട്. ആ കിണർ അവിടെ ഒരു സാധനമുണ്ട്, കിണർ നല്ല അടിപൊളിയാണ്. അതിലെ വെള്ളമൊക്കെ നല്ല തണുപ്പാണ്, അടിപൊളിയാണ്. ഇതിൻ്റെ നേരെ ബാക്കിൽ മാവൊക്കെ ഉണ്ട്. അതിലെ മാങ്ങയൊക്കെ നല്ല ടേസ്റ്റ് തിന്നാൻ. അതുപോലെ ഇവിടെയും അവിടെ ഒരു തൊടിയാണ്. ഈ വീടിൻ്റെ അവിടെ ഒരു വീടുണ്ട് കേട്ടോ, അവിടെ ഗ്യാപ്പിൽ. അതിൻ്റെ ഇടയിൽ ആ തൊടി ഒരു സ്ക്വയർ രൂപത്തിലാണ് ഏകദേശം ആ തൊടി. ആ തൊടിയിലൊക്കെ കുറേ മാങ്ങയൊക്കെ തിന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കും. ഇതിൻ്റെ ബാക്കിലൊരു എന്തുണ്ട്, ഒരു പാറുണ്ട്. ഈ വീടിൻ്റെ ബാക്കിൽ റബ്ബർ തൊടിയാണ്, അതിൽ പാറുണ്ട്. ആ പാറിൻ്റെ അവിടെയും ഒരു മൂച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മൂച്ചിയിൽ നിന്നൊക്കെ മാങ്ങയൊക്കെ അറുത്തിട്ട് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ഞങ്ങൾ കട്ടെടുത്തിട്ട് പോകും. അത് അവനവൻ്റെ വീട്ടിൽ നിന്ന് കട്ടെടുത്തിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഉപ്പ് ഒരാൾ കൊണ്ടുവരും, വെളിച്ചെണ്ണ ഒരാൾ കൊണ്ടുവരും, മുളക് പൊടി ഒരാൾ കൊണ്ടുവരും. അങ്ങനെയായിട്ട് ഞങ്ങൾ മാങ്ങയൊക്കെ അവിടെ പൂണ്ടിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ തിന്നും. ഇങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ. നല്ല രസമായിരുന്നത്. അതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾ കുറച്ചുകൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടുണ്ട്. ഉണ്ണിയുടെ ഗ്രൗണ്ടിലെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ 7 മണിക്ക് കളിക്കുമ്പോഴായിട്ട് ചിലപ്പോഴൊക്കെ വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ വന്ന് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. പെരുമഴയും കൊണ്ടിട്ടൊക്കെ ഞങ്ങൾ ഭക്ഷണം കൂടി കഴിക്കാണ്ട് രാവിലെ നേരം വിളിച്ചാകുമ്പോൾ പോയിട്ട് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ട് അങ്ങനെ വന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കാലം നമ്മുടെ ചെറുപ്പത്തിൽ. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം കാളവേലയ്ക്ക് പോകണം, ചെറുകുന്നത്തുകാവിലേക്ക് എന്ന് വിചാരിക്കുന്നു. വയറുകൊണ്ട് വലിയ സുഖമില്ല. ഇന്നലെ ഛർദിയൊക്കെ ആയിരുന്നു. അതിൽ വയറ് നന്നായിട്ട് വേദനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വയനാട് വടംവലിക്ക് പോകണം വിചാരിച്ചു നമ്മുടെ ടീം ഇവിടുന്ന് 28-ാം തീയതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റൊക്കെ കാര്യമായിട്ടൊന്ന് കുറച്ചിട്ട് അങ്ങനെയുള്ള പരിപാടി നമുക്ക് വരും. 2-3 ദിവസമൊക്കെ വെയിറ്റ് കുറച്ച്. പിന്നെ ആ ടീം ഒരു പക്ഷേ പോകുന്നുണ്ടായിരിക്കില്ല. ഇവിടെ കാളവേലിയും പരിപാടിയൊക്കെ ഉണ്ട്, ആൾക്കാരെ കിട്ടൂല. പിന്നെ ആൾക്കാർക്ക് ലീവ് എടുക്കാനൊക്കെ പലർക്കും ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു സംഭവം. കുറച്ച് ആൾക്കാർ എൻ്റെ ആ ചെറിയ കുട്ടിക്കാളകളെ കുറിച്ച് വീഡിയോ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ 2-3 പേരൊക്കെ. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അതിൻ്റെ പെയിൻറ്റൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി അടിപൊളിയാക്കണം. ഇപ്പോൾ കുട്ടികളേക്ക് പറ്റുകയാണെങ്കിൽ ആ 3 എണ്ണത്തിനും കൂടി ഒരു ചെറിയ 2 തെണ്ടികയിൽ വെച്ചിട്ട്, അതായത് നമ്മൾ മെറ്റലിൻ്റെ പൈപ്പിൽ അത് തെണ്ടി സെറ്റ് ചെയ്തിട്ട് അത് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് അങ്ങനെ ഇന്ന് കുക്കി കളിപ്പിച്ചിട്ട് കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഈ തറവാട് അടിപൊളിയല്ലേ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് തറവാട് സാധനങ്ങൾ പറയാനാണ് ഈ വീഡിയോ.